ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് ഐജക്കെ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ വന്നിരിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു സംഭവമായിട്ട് വന്നേക്കാണ്. അടുത്ത ടെമു ഹോളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നിൻ്റെ ഡ്യൂട്ടിയിലാണ്, നിൻ്റെ ഓർഡർ ചെയ്തത്. അപ്പം എനിക്ക് ഫോൺ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് തുറന്ന് നോക്കാം. അപ്പം അറിയാലോ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പം തുറന്നാലോ? അപ്പം നേരത്തെ കാണിച്ചതുപോലെ ഞാൻ ആ ബോക്സ് എല്ലാം തുറന്ന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നിനകത്ത് ഞാൻ ആദ്യം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നിനകത്ത് എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ഇട്ടേക്കണത് അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സാണ്. വെറും $17 ഉള്ളൂ കേട്ടോ. ഞാൻ നിവർന്ന് നിന്നിട്ട് ശരിക്കും കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്നിട്ടാ പ്രൈസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണിക്കില്ല, ഇവിടെ ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് $17 ഉള്ളൂ. ഞാൻ ഓർഡർ ചെയ്തത് സൈസ് 10 ആണ്. പക്ഷെ ഇവിടെയും ഇതിൻ്റെ പുറകിലും ഒരു എലാസ്റ്റിക്കിൻ്റെ സംഭവമുള്ള കാരണം കൊണ്ട് അടിപൊളി ഇടാനായിട്ട്. അപ്പം അതാണ് ഇതിൻ്റെ വില. അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടെ എത്രയാന്ന്. ഇനി ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്, ഞാനിത് കുറേ മാലയും കമ്മലും പിന്നെ എന്നിട്ട് മോതിരം വളയില്ല അല്ലേ, മാലയും കമ്മലും മോതിരം കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വല്ല ക്രിസ്മസ് ഫ്രണ്ടിനോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വലിയൊരു ഹൂപ്പ് ഇയറിങ്സ് ആട്ടോ. ഇതിനെ കുറച്ച് ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് $2.43 ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വലിയൊരു ഇയറിങ്ങാണ്, ഒരു റിങ് കണ്ടോ, ഭംഗിയില്ലേ കേട്ടോ. അങ്ങനെ ഒരുപാട് റിങ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ അടുത്ത സെറ്റ് വരുന്നതാണ് ഇങ്ങനൊരു പല ടൈപ്പ് റിങ് വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ഞാൻ പറയാം കേട്ടോ. ഇതും ഇങ്ങനെ എന്താ പറയുക, ഒരു എത്ര സെറ്റ് ഉണ്ട്? 1 2 3 4 5 6 സെറ്റ് ഉണ്ട്. ഞാൻ ഇഷ്ടമായത് ഭംഗിയുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ സമയത്തും പ്രൈസ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുറെ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം നമ്മൾ വീഡിയോ വരുമ്പോൾ അതിന്റെ മുകളിൽ അതിന്റെ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ഇയറിംഗ് വാങ്ങിച്ചിരുന്നത്, ഇതും ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച ഇയറിംഗ്സിന്റെ പോലെ തന്നെ ഇരിക്കണേ. പക്ഷെ എന്നാലും ചെറിയ മോഡൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 3 സെറ്റ് ഓഫ് റിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പേളിൻ്റെ പല കളറിലുള്ള ഇങ്ങനത്തെയും ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എത്ര ഉണ്ട്? 1 2 3 4 5, അതായത് ഒരു 9 സെറ്റ് ഉണ്ടോ? അല്ലല്ലോ, 3 3 6 9 9 സെറ്റ് ഓഫ് 9 അല്ല, പക്ഷെ എല്ലാത്തിനും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഒരെണ്ണം എനിക്കുണ്ട്, ഒരെണ്ണം നമുക്ക് വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ഈ ഓരോ പേളിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് എൻ്റെ മുഖം കാണാം. ആഹാ, ഇതൊരു ഭംഗി. അപ്പം ഇതാണ് അടുത്തത്. ഇനി ഇവിടെ വെച്ചേക്കുന്നത് കാണാം, ഒരു കൂട്ടം റിങ്ങുകളാണിത്. ഇത് നമുക്ക് ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം നമുക്കത് കാരണം തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പം ഞാൻ ഇതെല്ലാം എൻ്റെ വിരലിൽ ഇങ്ങനെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ കുഞ്ഞ് 3 മുത്തുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ആട്ടത്. ഇത് ഭംഗിയില്ലേ? നമുക്കിങ്ങനെ ഒരുപാട് ഇയറിങ്സ് ഇടാൻ പറ്റും. ഇത് നമ്മുടെ ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ പണ്ടത്തെ, ഇതെന്തിട്ടാ പറയേ, പണ്ടത്തെ ഗുരു സിനിമ വന്നു കഴിഞ്ഞപ്പം ഇറങ്ങിയ ഒരു ടൈപ്പ് ഓഫ് മോതിരാണിത്. ഇത് ഒരുപാട് മോതിരുണ്ട്. പിന്നെ ലാവിഷ് ഇതൊക്കെ 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണ് 2 എണ്ണം കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതുപോലെ ഗുരു, ഇത് കണ്ടോ? ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു സാധനത്തെ എങ്ങനെ കൈ പെടും. പക്ഷേ കണ്ടോ, ഇടുമ്പോൾ ഇങ്ങനെ ഒരു റിങ്. അയ്യോ, എന്തോ റിങ്ങാന്നൊക്കെ, റിങ്ങില്ലെന്ന് പറയരുതല്ലേ ചേട്ടാ. ഇതൊക്കെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ കണ്ടോ, എല്ലാം ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് പാകാവണം. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും പാകാവണ ഒരു സൈസ്. ഇത് എനിക്ക് പാകാവില്ല. ഇതൊക്കെ ചെറിയ സൈസും ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞിത് ഓക്കെ, ചെറിയ ഒരെണ്ണം. അപ്പം ഒരുപാട് ഇങ്ങനത്തെ റിങ്സുകളുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ കൈമ കയറ്റി. എങ്ങനെയുണ്ട്? ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ, ഇങ്ങനെയല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തായിരുന്നു. നമ്മളിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് റിങ്സ്. അപ്പം ഇനി അടുത്ത് കണ്ടാലോ? അടുത്തത് ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല്
ഇയർ റിങ്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തപ്പം വന്നതാണ്. അതിനകത്ത് പല കളറുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് റെഡാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇതും അടിപൊളി അല്ലേ? ഒരു ചെറിയൊരു ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ വന്ന് ഒരു എന്നിട്ട് വില റൂബി സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട്, പക്ഷെ അധികം വിലയില്ല കേട്ടോ. ഇതിൻ്റെ വില ഞാൻ കൊടുക്കാം. ഇനി നെക്സ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇതുപോലെ തന്നെ ഞാൻ പണ്ടത്തെ എൻ്റെ ടിമോ ഹോളിലും നമ്മളിങ്ങനെ സ്പൂണും ഫോർക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അത് പിള്ളേരെ എടുത്തായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം ഞാനപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷെ അത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പേരുണ്ട്, ജീന. അപ്പോൾ ആർക്കും എടുക്കാൻ പറ്റില്ല, പൊന്നസിന് ഓട്ടിക്ക് ഇത് കിട്ടൂല. ഇതിൽ ഞാൻ എൻ്റെ പേര് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത്. ഇതിൽ സ്പൂണും ഫോർക്കും ചെറിയൊരു നൈഫും ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിനേക്കാളും കുറച്ചും കൂടി സ്പൂണിന് വലിപ്പമുണ്ട്. നമ്മളൊരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചായിരുന്നു എൻ്റെ എനിക്ക് വേണ്ടി. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി സ്പൂണിന് വലിപ്പമുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂണിനാണെങ്കിലും കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് എൻ്റെ മാത്രം, എൻ്റെ വിത്ത് പേര്. അപ്പോൾ ഇത് ഇതിൻ്റെ എടുക്കാൻ പാടില്ല ചേട്ടാ. ഇനി ഒരു സംഭവം ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോം ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ കഴിഞ്ഞ വർഷത്തെ മുഹോളിനകത്ത് നമ്മൾ വണ്ടിയിൽ വെക്കുന്ന മറ്റേ നമ്മുടെ എയർ ഫ്രഷ്നറിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിക്കകത്ത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചായിരുന്നു. ആ ലിക്വിഡ് കഴിഞ്ഞു. അപ്പം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ലിക്വിഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്രോപ്പർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, അതിനകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരെണ്ണം. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് വരുന്ന കാരണം കൊണ്ട് നമ്മൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ വെയർ ഹൗസ് ചെയ്യുന്ന ഒരു $35 ചേട്ടാ, 35 തോന്നുന്നു, അതിന് നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഇടാനുള്ള ബോൾസുകളാണിത്. ഇതുകൊണ്ട് മതിയാവില്ലായിരിക്കും, നമുക്ക് കുറച്ചും കൂടി വാങ്ങിക്കണമായിരിക്കും. പക്ഷെ എങ്കിലും ഇത് ഇങ്ങനെ മേരി ക്രിസ്മസ് കൊണ്ട് കുറേ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോ വരും അല്ലേ. അപ്പോൾ അത് വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്തൊരു കണ്ട സംഭവമായിരുന്നു, നമുക്കിതിന് ക്രിസ്മസ് ട്രീമ വെക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ഞാനിത് ഓർഡർ ചെയ്യില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, ഒരു പപ്പിക്കുട്ടി. അതുപോലത്തെ തന്നെ ഒരു ഞാൻ എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞു മുടി ഇതിനകത്തുണ്ടല്ലോ എൻ്റെ ഏട്ടാ. അപ്പം ഇതിങ്ങനെ 4 ഇതുണ്ട്, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് ഇതിനകത്ത്. വലിയ കുഴപ്പം ഇല്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ക്വാളിറ്റി അല്ല. കുറച്ച് പ്ലാസ്റ്റിക് ഒരു എന്താ പറയുക, കട്ടിയില്ലാത്തൊരു പ്ലാസ്റ്റിക്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമെങ്കിലൊക്കെ ഓക്കെയാണ്. മൈക്രോവേവിലിടാൻ പറ്റുകയില്ല. മൈക്രോവേവിൻ്റെ ചിഹ്നം ഇല്ല ഇതിനകത്ത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നോർമലായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാൻ, പിള്ളേർക്ക് വല്ല സ്കൂളിലേക്ക് എന്തെങ്കിലും ഡ്രൈ ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തയക്കാനായിട്ട് ഇതൊക്കെയാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ മൈക്രോവേവ് വെച്ചൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പപ്പടം പോലെ പാത്രം പാടിപ്പോയി, വലിയ കാര്യമില്ല. പിന്നെ ഇവിടെ കാണാൻ പറ്റും ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് ഫുള്ള് മാലയുടെ സെറ്റാണ്. ഇതും രണ്ട് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. എന്നുവെച്ചാൽ 2 സെറ്റ് വാങ്ങിച്ചേക്കണതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് 2 സെറ്റായിട്ട്. ഇതെല്ലാം ഇവിടെ മൊത്തമുള്ളത് ഒരു സിൽവർ ഷെയ്ഡിലുള്ളതും ഇവിടെ മൊത്തമുള്ളത് ഗോൾഡ് ഷെയ്ഡിലുള്ളതാണ്. അപ്പം ഇത് 2 സെറ്റ് ഉള്ളത് കാരണം കൊണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഇതാട്ടാ, നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു എന്താ പ്രാവ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷെ അത്യാവശ്യം നല്ല ചിത്രശലഭം. ഓക്കെ, ചിത്രശലഭത്തിൻ്റെ പോലെയുണ്ട്. പിന്നെ എന്നിട്ടാ ഇവിടെ നോക്കി, ഇതിൻ്റെ ഈ മാല എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഇതിൽ പിന്നെ ചെറിയൊരു ബ്ലൂ സ്റ്റോൺ വരുന്നുണ്ട് ഇവിടെ. ഇതിനെല്ലാം അങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അധികം വിലയില്ല. ഇത് ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ളത്. ഇതിനകത്തും ഒരു വൈറ്റ് ഹാർട്ടഡ് സ്റ്റോണാണ് ഇതിനകത്ത് വരുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുക്കാമെന്ന്. ഇത് കണ്ടോ, ഇതിനകത്തൊരു പിങ്ക് സ്റ്റോണും പിന്നെ ഇവിടെ നിന്നിട്ടൊരു കുരിശൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്ത് കുരിശില്ലേ, പൊട്ടിപ്പോയതാണോ? അല്ല, അത് അങ്ങനെയുള്ളൂ. ഒരു സൈഡിൽ അതിൻ്റെ എല്ലാ സംഭവങ്ങളും വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് കുറച്ച് ഇലകളാണ് ഇവിടെ. ഇതൊരു ഇല, അതിനകത്തും ഉണ്ട് ഒരു ചെറിയ വൈറ്റ് സ്റ്റോൺ അല്ലേ, അതും വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു എന്തോ ഒരു ഇത്, അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർ, അതും ഭംഗിയുണ്ട്. പിന്നെ ഗോൾഡൻ ഷേപ്പിലെല്ലാം മാലയ്ക്കും കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ എന്നിട്ട് എന്താ പറയുക, നല്ല ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ വലിച്ചാൽ പൊട്ടണ ഒരു ഇതൊന്നുമില്ല. നമുക്കിങ്ങനെ ഡെയിലി യൂസിനൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് എവിടേക്കെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. അതിന് എൻ്റെ ഏട്ടനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാലയേട്ടാ.
ഇപ്പം ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സിനാണെങ്കിലും ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇട്ട് കാണിക്കണമായിരുന്നല്ലേ, നല്ല ഭംഗിയുണ്ട് ഇത്. പിന്നെ ഇതും എൻ്റെ ഏട്ടൻ പറഞ്ഞ പോലെ ഒരു ചിത്രശലഭം, ബട്ടർഫ്ലൈ. പിന്നെ ഇതാണ് ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 മാല ഒരുമിച്ച് വരുന്നത്. അതിൽ അത് രണ്ട് ലെയർ ഉണ്ട്. 2 ലെയറിൽ, ഒരു ലെയറിൽ ഒരു റിങ്ങും ഒരു ലെയറിൽ ജസ്റ്റ് ഒരു വടി പോലത്തെ സാധനം, അതും ഭംഗിയുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാറ്, കുറേ ഉണ്ടല്ലേ, വാങ്ങിച്ചപ്പോൾ ഇത്ര തോന്നിയില്ല വാങ്ങിക്കാണ്ടെന്ന്. ഇതൊരു സ്റ്റാറ് മാത്രമായിട്ട്, സോറി. അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് കുറേ മാലകൾ വാങ്ങിച്ചു വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മേക്കപ്പ് പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനത്തെയാണെന്ന് വെച്ചാൽ ഇതൊരു ഫർ, ഒരു തുണിയില്ലേ, അങ്ങനത്തെ തുണിയുടെയാണ് ഇത് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ വീഡിയോക്കകത്ത് ഫോട്ടോയിനകത്ത് കണ്ടപ്പോൾ അത് വലിയ പൗച്ചായിട്ട് കണ്ടത്, വന്നപ്പം ഇത്ര ഉള്ളൂ, എൻ്റെ ഒരു കൈയുടെ അത്ര ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ വെല്ലോടത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ അവിടെ വെച്ചിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്റ്റൈലില്ലേ. പെൺപിള്ളേർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. പെൺപിള്ളേരല്ലേ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഞാനൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അറിയോ, വാട്ടർ ബോട്ടിൽ. അത് പക്ഷെ വാവട്ടി എടുത്തുകൊണ്ട് പോയി. ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. വാവട്ടിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. വാവട്ടി പറയാം എനിക്കത് കൊണ്ടുപോകണം, ഓൾറെഡി കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അവനത് കൊണ്ടുപോയി. ഇനി ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ $17 ഡ്രസ്സ്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റും. നല്ല തുണിയാണ്, എന്നിട്ട് പറയാം ഒരു പോളിസ്റ്റർ ടൈപ്പ്, കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, പ്ലെയിനും ബാക്കിൽ കുറച്ച് എലാസ്റ്റിക് ഒക്കെ ഉള്ളവരുണ്ട്. എത്ര വേണമെങ്കിലും ഇത് വലിയും. അപ്പോൾ വലിയണ കാരണം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. എത്ര ഇങ്ങനെ കുറച്ചും കൂടി സൈസ് കൂടുതലുള്ളവർക്കാണെങ്കിലും ഇതിടാൻ പറ്റും. ഇത് സൈസ് 10 ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഫ്രം ടെമു. ഇതിനും അധികം വിലയില്ല, ഞാൻ വില എന്തായാലും ഇവിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ച് കൊടുത്തേക്കാം. ഇത് ജസ്റ്റ് ഒരു ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ഓവർ കോട്ട് പോലെ വരുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നന്നായിട്ട് വലിയണതാണ്, ഇതും നന്നായിട്ട് വലിയണ ഡ്രസ്സാണ്. ഇത് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് എന്തിനാ ചേട്ടാ, ക്രിസ്മസിന് മറ്റേ എല്ലാവരും ഒന്നില്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അല്ലേ ഇടാം. ഞാൻ വിചാരിച്ചു ഇതിടാം. എങ്ങനെയുണ്ട്, ഇഷ്ടമായി എൻ്റെ തന്നെ. ഇവിടെ പുറകിലാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ, ഇവിടെ ഇങ്ങനെ കെട്ടിട്ട മോഡലാണ്. നമ്മൾ സാധാരണ എന്തിനാണ് പറയാ, ഷ്രഗൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കെട്ടിടണ്ടല്ലോ, ഇവിടെ കെട്ടിട്ടൊരു മോഡലിന് ഇങ്ങനെ ഡ്രസ് അങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വലിയൊരു ടെമു ഹോൾ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.